നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മൂതിരക്കണ്ണി ബാലിക്കുളത്ത് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കൊച്ചുഭവനം സുന്ദരഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാന ചടങ്ങും കർദിനാൾ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട 10 ലക്ഷം രൂപ തിരികെ പിടിക്കുന്നതിനായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. കാറിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം അപകടത്തിൽ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. ആംബുലൻസിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് സംഘം മുങ്ങി. ആശുപത്രിയിലെത്തുമ്പോൾ അരുൺ മരിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് കയ്പമംഗലം പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് അരുണിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. പാലിയേക്കരയിലേക്ക് വിളിച്ചു വരുത്തിയ അരുണിനെയും മറ്റൊരാളെയും കല്ലൂർ, വട്ടണാത്ര എന്നിവിടങ്ങളിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച ശേഷം കാറിൽ കയറ്റി വരുന്നതിനിടെയാണ് കയ്പമംഗലത്ത് വെച്ച് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റിവിട്ടത്. ഇതിനു മുൻപായി കയ്പമംഗലത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും വിവരം കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റ ആൾ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ മർദ്ദിച്ച 4 പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെത്തിയ കയ്പമംഗലം പോലീസ് 4 പേർക്കുമായി അന്വേഷണം ഊർജിതമാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിനു കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ 315 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരായി. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ്. രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നു. ഇവ പൂർത്തിയാകുന്നതോടെ അഗ്നിരക്ഷാ സേനയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന 10,000 പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുകയാണ് ലക്ഷ്യം. ഇവർക്കായി ഗംബൂട്ട്, ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MEV വാഹനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ലഭ്യമാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട്. 30 പേർ അടങ്ങുന്ന പ്രത്യേക ദൗത്യസേനയും ജലാശയ അപകടങ്ങളിൽ നിന്നും ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടത്താൻ സ്കൂബ ടീമും സജ്ജമാണ്. അഗ്നിരക്ഷാ സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനായതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ K. പത്മകുമാർ, ഡയറക്ടർ ടെക്നിക്കൽ M. നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ AS ജോഗി, AS ദിലീപ്, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ തുടങ്ങിയവർ സന്നിഹിതരായി. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെനി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ TS അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത്. +2 അടിസ്ഥാന യോഗ്യതയായ ഈ പരിശീലനം ലഭിച്ച 315 ട്രെയിനികളിൽ M.Tech യോഗ്യതയുള്ള 4 പേരും MBA ഉള്ള 2 പേരും B.Ed 3 പേരും 24 മറ്റു ബിരുദാനന്തര ബിരുദധാരികളും 51 B.Tech ബിരുദധാരികളും
158 ബിരുദധാരികളും 35 ഡിപ്ലോമക്കാരും ITI യോഗ്യതയുള്ള 8 പേരും +2 യോഗ്യതയുള്ള 17 പേരും ഉൾപ്പെടുന്നു. ഫയർ പ്രൊട്ടക്ഷൻ, ഫയർ ഫൈറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഫയർ സേഫ്റ്റി, മൗണ്ടൻ റെസ്ക്യൂ, വെള്ളത്തിനടിയിലെ രക്ഷാപ്രവർത്തനം, വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനം, സെൽഫ് റെസ്ക്യൂ, വിവിധ രാസ-അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവീണ്യം, പ്രഥമ ശുശ്രൂഷ എന്നിവ ഉൾപ്പെടെയുള്ള 4 മാസത്തെ അടിസ്ഥാന പരിശീലനവും കൂടാതെ കമാൻഡോ പരിശീലന രീതിയിൽ പുക നിറഞ്ഞതും ഇരുട്ടുള്ളതുമായ മുറികളിലെ രക്ഷാപ്രവർത്തനം, ശ്വസന സഹായികൾ ഉപയോഗിച്ച് ബഹുനില കെട്ടിടങ്ങൾ കയറിയുള്ള രക്ഷാപ്രവർത്തനം, ബേസിക് ലൈഫ് സപ്പോർട്ട്, യാതൊരുവിധ രക്ഷാ ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ ഇംപ്രവൈസ്ഡ് രക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണവും അവയുടെ പ്രായോഗിക പരിശീലനങ്ങളും 300 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പ്രായോഗിക പരിശീലനവും നൽകി. മീഡിയ ടൈം, തൃശൂർ. സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മോതിരക്കണ്ണി ബാലിക്കുളത്ത് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലിയുടെ നേതൃത്വത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ 17.5 ലക്ഷം രൂപ മുടക്കി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കൊച്ചുഭവനം സുന്ദരഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാന ചടങ്ങും നിർവഹിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്നതാണ് മുൻഗാമി കർദിനാൾ വർക്കി വിധേയത്തിലിന്റെ കാലം മുതലെടുത്ത തീരുമാനമാണ്. 35 രൂപതകളിൽ 34ലും തീരുമാനം പ്രാവർത്തികമാക്കിയുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മുൻ MP ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷനായി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, സനീഷ് കുമാർ ജോസഫ് MLA, പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ജെയ്സൺ മാണി, ഫാദർ ബിജു പാറപ്പുറം, സിസ്റ്റർ ഐറിൻ ഇട്ടിച്ചൻ, KS അശോകൻ, VO പൈലപ്പൻ, CBK തോമസ്, ഡസ്റ്റിൻ താക്കോൽക്കാരൻ, ജോർജ് V ഐനിക്കൽ, ആനി ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടി മലക്കപ്പാറയ്ക്ക് സമീപം മയിലാടുംപാറയിൽ കാട്ടാനക്കൂട്ടം ക്രഷും വീടും തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. ക്രഷ് തകർത്ത കാട്ടാനക്കൂട്ടം സമീപത്തെ വീടും തകർത്തു. തേയിലത്തോട്ടത്തിലെ തൊഴിലാളി കല താമസിച്ച ലായമാണ് ആനക്കൂട്ടം തകർത്തത്. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് കലയും കുടുംബവും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. അയൽവാസികളെത്തി ബഹളം വെച്ചാണ് കാട്ടാനക്കൂട്ടത്തെ ഓടിച്ചുവിട്ടത്. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായതോടെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ ഭയപ്പാടോടെയാണ് ലായങ്ങളിൽ താമസിക്കുന്നത്. BJP പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അംഗത്വം പുതുക്കിയതോടുകൂടി നമ്മുടെ ഈ ക്യാമ്പയിൻ ആരംഭിക്കുകയുണ്ടായി. ഈ ക്യാമ്പയിൻ്റെ 1-ാം ഘട്ടം അവസാനിക്കുന്നത് സെപ്റ്റംബർ 25-നാണ്. അതിനുശേഷം ഒക്ടോബർ 1 മുതൽ 15 വരെ അതിന് 2-ാം ഘട്ടം ആരംഭിക്കുന്നുണ്ടാകും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം 1980 രൂപപ്പെടുത്ത BJP പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രാജേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, ജോസഫ് പടമാടൻ, CS അനുമോദ് എന്നിവർ സന്നിഹിതരായിരുന്നു. 29 പേർ BJP അംഗത്വം സ്വീകരിച്ചു. മാള റോട്ടറി ക്ലബ്ബും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി പൊയ്യ ചെന്തുരുത്തിയിലെ ബിജു ആശ ദമ്പതിമാരുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ സമർപ്പണവും ഗൃഹപ്രവേശവും നടത്തി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പോൾ പാറയിൽ താക്കോൽ സമർപ്പണം നിർവഹിച്ചു. മാള റോട്ടറി ക്ലബ്ബും കൂടി ചേർത്തുള്ള ഒരു വീട് നിങ്ങൾ പൂർത്തിയാക്കി അത് സമയത്തിനുള്ളിൽ ചെയ്തത് ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. മാള റോട്ടറി ക്ലബ്ബും നമ്മുടെ ചിറ്റപ്പള്ളിക്കും സന്തോഷമായിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അടുത്ത് ഫണ്ട് കിട്ടും. അപ്പോൾ എല്ലാം ഭംഗിയായി നടന്നതിലും നിങ്ങൾ സമയത്തിന് പൂർത്തിയാക്കിയതിലും എന്താ പേര് ആശയ്ക്കും ബിജുവിനുള്ള ഞങ്ങളുടെ റോട്ടറി ക്ലബിൻ്റെ പ്രത്യേക
നന്ദി രേഖപ്പെടുത്തുകയാണ്. സെക്രട്ടറി അലോഷ്യസ് സ്റ്റീഫൻ, ഡോക്ടർ ലിയോൺ വർഗീസ്, ജോൺസൺ മോഡി, സാബു കളപ്പുരയ്ക്കൽ, ടോമി മുരിങ്ങാപ്പുറത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. പുത്തഞ്ചിറ ബ്രദേഴ്സ് പുരുഷ സ്വയം സഹായ സംഘം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ AN രേണുക, സംഘം പ്രസിഡന്റ് തിലകൻ, സെക്രട്ടറി ഷൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ടീമുകളുടെ കൈകൊട്ടിക്കളി നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്പമംഗലത്ത് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചു. കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി 40 വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത്. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭയിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ കുർബാന അർപ്പിക്കപ്പെടണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. മൂതിരക്കണ്ണി ബാലിക്കുളത്ത് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലിയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ കൊച്ചുഭവനം സുന്ദരഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാന ചടങ്ങും കർദിനാൾ നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.